ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ദേവിൻ്റെയും നന്ദയുടെയും പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ മൗനമായും മറ്റു ചിലപ്പോൾ അത്രയും അധികം പ്രണയത്തോടെ ആരും കാണാത്തെ ഇരുവരും ഒറ്റയ്ക്കുള്ളപ്പോൾ വാചാലമായിക്കൊണ്ടും. ഇതിനിടയിൽ ദേവ് ഓഫീസിൽ പോയി തുടങ്ങി. നന്ദക്കും സ്വാതിക്കും കോളേജും തുറന്നു. നന്ദയുടെ കാലിലെ കെട്ട് അഴിച്ചെങ്കിലും കയ്യിലെ കെട്ട് ഇനിയും 2 ദിവസം കഴിഞ്ഞേ അഴിക്കൂ. ദേവിൻ്റെയും നന്ദയുടെയും മൗന പ്രണയം സ്വാതിയിലും ആനന്ദിലും സംശയമുണ്ടാക്കി. അവരുടെ പരസ്പരം കാണുമ്പോൾ കണ്ണുകൾ കൊണ്ടുള്ള സംസാരം മറ്റും അവർക്ക് സംശയം തോന്നിപ്പിച്ചു. രാത്രി ആനന്ദിൻ്റെ റൂമിലേക്ക് സംസാരിക്കാൻ സ്വാതി പോയി. ആനന്ദേട്ടാ, എന്താ പണി? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഐ ആം ബിസ് വിത്ത് മൈ വർക്ക്. അതെന്താ ഇത്ര വലിയ വർക്ക് ഇവന്? ലാപ്ടോപ്പിൻ്റെ മുന്നിൽ കണ്ണും നട്ടിരിക്കുന്ന ആനന്ദ് ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ പറഞ്ഞതും സ്വാതി അതിനുമാത്രം ഇവനിത് എന്താ പണിയെന്ന് ആലോചിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി. ലാപ്പിലേക്ക് തലയിട്ടു. ലുഡോ ഗെയിം തകൃതിയിൽ കളിക്കുകയാണ്. സ്വാതി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഒരൊറ്റ തള്ളലായിരുന്നു ബെഡിലേക്ക്. ഇതാണോ നിന്റെ ബിസി വർക്ക്? അത്യാവശ്യമായി ഒരു കാര്യം പറയാൻ വന്നപ്പോൾ അവൻ്റെ ഒരു ഗെയിം കളി കാണിച്ചു തരാം ഞാൻ. അച്ഛാ, അവൾ മഹേശ്വര ഉച്ചത്തിൽ വിളിച്ചു. ആനന്ദ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ വായ പൊത്തി. എന്താടി കൊരങ്ങി നിനക്ക് വേണ്ടത്? അത് കേട്ടതും അവൾ വീണ്ടും അവന് നേരെ തുറപ്പിച്ചു നോക്കി. ഓ സോറി ഏട്ടൻ്റെ ചക്കര. മോള് പറ, എന്താ ഏട്ടൻ്റെ മോൾക്ക് വേണ്ടേ? അവൻ അവളുടെ വായയുടെ മുകളിൽ നിന്നും കൈയെടുത്തു കൊണ്ട് പറഞ്ഞു. അയ്യോ സോപ്പ്, പക്ഷേ പത പോരാ. പുച്ഛിച്ചു. അത് പിന്നെ അച്ഛൻ അറിഞ്ഞാൽ പണി കിട്ടും. പഠിക്കാൻ പറഞ്ഞു വിട്ടതാണ്. അത് വിട്. എനിക്ക് ആനന്ദേട്ടനോട് ഏട്ടനെയും നന്ദയെയും കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അവരെക്കുറിച്ച് എന്താ? ആനന്ദേട്ടന് അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? എന്ത് മാറ്റം? അതായത് അവർ ഇടപഴകുന്ന രീതി, ഇടയ്ക്കിടെ കണ്ണുകൊണ്ടുള്ള കഥകളി. പിന്നെ നന്ദക്ക് ഇപ്പോൾ എപ്പോഴും ഏട്ടനെപ്പറ്റി പറയാനേ നേരമുള്ളൂ. അതുപോലെ തന്നെ ഏട്ടൻ്റെ ഓർമ്മയില്ലേ, രാത്രി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ നന്ദക്ക് ഫുഡ് നെറുകയിൽ കയറി അവൾ ചുമച്ചത്. അപ്പോൾ ഏട്ടൻ അവൾക്ക് എന്തോ വലിയത് സംഭവിച്ചതുപോലെ ഓടി വരുന്നു, വെള്ളം കൊടുക്കുന്നു, ശകാരിക്കുന്നു. എന്താ നീ പറഞ്ഞു വരുന്നത്? ദേർ ആർ ഇൻ ലവ്? എൻ്റെ ഒരു സംശയമാണ്, നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്താലോ? എങ്ങനെ? നീ പറഞ്ഞത് എല്ലാം എനിക്ക് തോന്നിയതാണ്. പക്ഷേ നമ്മൾ എങ്ങനെ അത് ഉറപ്പിക്കും? അത് ഞാൻ പറഞ്ഞു തരാം. അവൾ അവനെ മാടി വിളിച്ച് സ്വകാര്യമായി എന്തോ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതും ആനന്ദ് തപസ് അപ്പ് ചെയ്ത് ഡൺ പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ നമുക്ക് 2 പേരെയും ചെന്ന് കാണാം, സ്വാതി പറഞ്ഞു. ഡൺ. പിറ്റേന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ദേവ്. അപ്പോഴാണ് സ്വാതിയും ആനന്ദും അങ്ങോട്ട് വന്നത്. ഏട്ടനോട് ഞാൻ ഓരോന്ന് പറയുമ്പോഴും നീ എൻ്റെ കൂടെ നിൽക്കണം. ആദ്യം നീ ഒന്ന് പോയി കാര്യം പറ. അവൻ അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. സ്വാതി അവനിട്ടും ഒന്ന് കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ. രണ്ടും കൂടി തല്ലുകൂടാൻ തുടങ്ങിയതും ദേവ് ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. രണ്ടിനെയും കണ്ട് അവൻ ചെയ്യുന്ന എക്സസൈസ് നിർത്തി അവർക്കടുത്തേക്ക് പോയി. രണ്ടിൻ്റെയും ചെവിക്ക് പിടിച്ചു. എന്താടാ രണ്ടാളും കൂടി ഇവിടെ ചെയ്യുന്നത്? വിട് ഏട്ടാ, ഞാൻ പറയാം, സ്വാതി ചെവി ഒഴിഞ്ഞു പറഞ്ഞു. ദേവ് ഇരുവരുടെയും ചെവിയിൽ നിന്നും വിട്ടു. അത് പിന്നെ ഏട്ടാ, ഞാൻ വെറുതെ ആനന്ദ് ഏട്ടൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് കാണാൻ വന്നതാണ്. എന്നാൽ തല്ലുകൂടാതെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. അവൾ തലയാട്ടി. അവിടെ കണ്ട ഒരു പിൻ ബാഗിൽ പോയിരുന്നു. ഇനി നീ എന്ത് നോക്കി നിൽക്കുക? എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ. ആനന്ദ് സ്വാതിയെ ഒന്ന് നോക്കി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ആനന്ദേട്ടാ, ഏട്ടനറിയോ, ഇന്നലെ നന്ദയെ ഒരു ഏട്ടൻ പ്രപ്പോസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞതും എന്തോ ഓർത്ത് പറയും പോലെ സ്വാതി പറഞ്ഞു. നന്ദയുടെ പേര് കേട്ടതും ചെയ്യുന്നത് തുടർന്നു കൊണ്ട് തന്നെ ദേവ് അതിലേക്ക് ശ്രദ്ധിച്ചു. ഒരു ചുള്ളൻ ചെക്കൻ, തനി നാടൻ ആളാണെന്ന് തോന്നുന്നേ. ആണോ? എന്നിട്ട് നന്ദ എന്തു പറഞ്ഞു?
ആനന്ദും ഏറ്റുപിടിച്ചു. ഇരുവരുടെയും ശ്രദ്ധ ദേവിലാണ്. അവള് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഉറപ്പാ അവള് ഓക്കേ പറയും. അവൾക്ക് നാടൻ ആൾക്കാരെ ഇഷ്ടം. ഈ ഉരുട്ടിക്കേറ്റുന്നതൊന്നും അവൾക്ക് ഇഷ്ടമില്ല. എന്തായാലും ഇന്ന് മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാതി പറയുന്നത് കേട്ട് ദേവിന് നന്നായി ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ നന്ദ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നും അവൻ ഓർത്തു. ആണോ? കോളേജിൽ നിന്നും വന്നിട്ട് എന്തായി എന്ന് പറയണേ. പറയാം. എൻ്റെ ആഗ്രഹം നന്ദ യെസ് പറയണമെന്നാ. ഇൻഫ്. ദേവിൻ്റെ ശബ്ദം ഉയർന്നു. ഇരുവരും ഞെട്ടി അവനെ നോക്കി. പറഞ്ഞത് അബദ്ധമായോ? എന്തു പറ്റി ഏട്ടാ? സ്വാതി വിക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ താഴെ പോവുകയാണ്. അത്രമാത്രം പറഞ്ഞ് പുറത്തേക്ക് പോയി. രണ്ടുപേരും നിശ്വസിച്ചു. ആനന്ദേട്ടൻ കുഴപ്പമായോ? വാ പോയി നോക്കാം. ദേവ് ശബ്ദമുണ്ടാക്കാതെ നന്ദയുടെ റൂമിലേക്ക് പോയി. നന്ദ ഇപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ്. കാല് മാറിയെങ്കിലും ഔട്ട് ഹൗസിലേക്ക് മാറാൻ ദേവും ലക്ഷ്മിയും സമ്മതിച്ചില്ല. ദേവ് അകത്ത് കയറിയതും കാണുന്നത് കബോർഡിലേക്ക് ഡ്രസ്സ് മടക്കി വെക്കുന്ന നന്ദയെയാണ്. അവൻ പതിയെ ചെന്ന് അവളുടെ പുറകിലെ കെട്ടിപ്പിടിച്ചു. നന്ദ ഒന്ന് ഞെട്ടിയെങ്കിലും ദേവ് ആണെന്ന് മനസ്സിലായതും ചെറുപുഞ്ചിരിയാലെ അവനെ ഒന്ന് നോക്കി. ഇതെന്താ മുഖത്ത് ഇത്ര ഗൗരവം? തിരിഞ്ഞു നിന്നതും ദേവ് ഗൗരവത്തോടെ അവളെ നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. നിന്നെ ഇന്നലെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? ദേവ് നേരത്തെ ഉണ്ടായതെല്ലാം പറഞ്ഞു. ഈ സമയം സ്വാതിയും ആനന്ദും ദേവിൻ്റെ പുറകിലൂടെ വന്ന് നന്ദയുടെ റൂമിൻ വാതിൽക്കൽ ഇടയിലൂടെ അവരെ നോക്കി. സ്വാതി താഴെയും ആനന്ദ് മുകളിൽ കുനിഞ്ഞ് താഴെ പതുങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന മഹേശ്വറും ലക്ഷ്മിയും ആ കാഴ്ച കണ്ട് സംശയത്തോടെ മുഖത്തേക്ക് മുഖം നോക്കി. മഹേശ്വർ അങ്ങോട്ട് നടന്നതും ലക്ഷ്മി പിടിച്ചു നിർത്തി. നിങ്ങളിതെങ്ങോട്ടാ? നീ കണ്ടില്ലേ നമ്മളുടെ മക്കൾ ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് എത്തിപ്പാളി നോക്കുന്നത്? അവൾക്ക് അവിടെ എന്താ പണി എന്ന് നോക്കട്ടെ. നീയും വാ. അത് വേണോ ഏട്ടാ? വേണം, നീ വാ. മഹേശ്വരും ലക്ഷ്മിയും അവർക്ക് അടുത്തേക്ക് പോയി. ആനന്ദിനെ വിളിക്കാൻ നിന്നതും നന്ദയുടെ കൂടെ ദേവിനെയും കണ്ട് ഇരുവരും മുഖം ചുളിച്ചു. അവർ അങ്ങോട്ട് നോക്കി. പുറകിൽ ആരോ ഉള്ളതുപോലെ തോന്നി. ആനന്ദ് തിരിഞ്ഞു നോക്കിയതും അച്ഛനെയും അമ്മയെയും കണ്ടു ഞെട്ടി. ആ സൂ. മഹേശ്വർ ചൂണ്ടുവിരൽ ചൂണ്ടി ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് നോക്കി. തലയാട്ടി അവനും. അതെന്താ സ്വാതി അങ്ങനെ പറഞ്ഞത്? നന്ദ ചിന്തയോടെ ചോദിച്ചു. ദേവ് അവളെ അരയിലൂടെ വട്ടം പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. അതെന്താ എന്ന് അറിയില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞോളണം നീ എൻ്റെ ആണെന്ന്, ദേവിൻ്റെ നന്ദയാണെന്ന്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും നന്ദ നാണത്തോടെ ചിരി മൂളി. ദേവ് സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് വാതിലിൻ്റെ അവിടെ നിന്നവർ കണ്ണും മീച്ച് അവരെ നോക്കി. ലക്ഷ്മി മഹേശ്വർ തട്ടി വിളിച്ചു. കാര്യം മനസ്സിലായതുപോലെ അദ്ദേഹം ദേവിനെ വിളിച്ചു. ദേവ്, തുടരൂ.